സെല്ലുലോയിഡ് പോലെ ഒത്തിരി എന്താ പറയുക അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ചിത്രം സംവിധാനം ചെയ്ത കമൽ സാർ പിന്നീട് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ശേഷം ജയറാമേട്ടനെ വിളിക്കുമ്പോൾ ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുന്ന കഥ ഇതേ അല്ലായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു നാടകത്തിൻ്റെ കഥ പറയുന്ന സിനിമയിലേക്ക് വന്നത്. അതിനുശേഷം ആദ്യമായിട്ട് ഒരു വൺ ലൈൻ കേട്ടപ്പോൾ എനിക്ക് തന്നെ പേടിയാണ് ഉണ്ടായത്. കാരണം അത്ര ടഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ് നടനിലെ ദേവദാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കമലിൻ്റെ അടുത്ത് അതാണ് പറഞ്ഞു, ഞാൻ ചെയ്യാം, എൻ്റെ മനസ്സിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പോലെ ചെയ്യാം, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഒരുപാട് വലിയ വലിയ തെറ്റുകൾ വരാതെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് സിനിമ കണ്ട് അത് വിധി എഴുതേണ്ട പ്രേക്ഷകരില്ലേ. അതായത് ജയറാമേട്ടൻ്റെ മുഴുവൻ കഴിവുകളും ഈ സിനിമയിൽ കമൽ സാർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ? മുഴുവൻ കഴിവെന്ന് എനിക്ക് പറയാറില്ല. ഈ കഥാപാത്രത്തിന് വേണ്ട രീതിയിലുള്ള ഇത് മുഴുവൻ അതിനകത്തുനിന്ന് ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ. വാനപ്രസ്ഥം, കേളി തുടങ്ങിയ സിനിമകളിലെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമാണ് ജയറാമേട്ടൻ ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ ഒരു പുരസ്കാരം ലഭിക്കാത്തതിൽ എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഇത് അതിന് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുക, 100% സിൻസിയറായിട്ട് ചെയ്യുക. അതിന് പ്രതിഫലം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഒരു 10 പേർ അല്ലെങ്കിൽ 10-15 പേർ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് അഭിനയിച്ച് മറ്റേ ആളെന്ന് തോന്നാം, എന്നേക്കാൾ നല്ല വേഷവിധാനങ്ങൾ വേറെയാണെന്ന് തോന്നാം. 10 പേർക്കും 10 അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ഒരിക്കലും അതിൽ കിട്ടിയില്ല, അത് കിട്ടണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തൊക്കെ കിട്ടിയിട്ടില്ല എനിക്ക്. ഇപ്പോൾ അതിനകത്ത് കിട്ടിയാൽ സന്തോഷം കേട്ടോ, ഞാൻ ഒരിക്കലും ഇത് പറയുന്നില്ല. പക്ഷേ അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിക്കാറില്ല. കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാതാകുമ്പോൾ മനസ്സിന് വിഷമം തോന്നും. അതുകൊണ്ടാണ്. ഇനി കാളിദാസൻ്റെ തിരിച്ചുവരവ് എന്നായിരിക്കും? കാളിദാസൻ അവൻ റെഡിയാണ്. കാരണം അവന് ഒരുപാട് വിളിക്കുന്നുണ്ട് പല സിനിമകൾക്കും. തമിഴിൽ നിന്നൊക്കെ കുറേ ഓഫർ വന്നു, അവന് മലയാളത്തിൽ നിന്ന് നിറയെ പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ പഠിത്തം കൂടി ഇപ്പോൾ ഫൈനൽ ഇയറാണ്, ഡിഗ്രി ഫൈനൽ ഇയറാണ്. മദ്രാസിലാണ് പഠിക്കുന്നത്, ലയോള കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ പഠിത്തമൊന്ന് കഴിഞ്ഞ ശേഷം ചെയ്യണമെന്നാണ് ആഗ്രഹം. അതെ, അത് നല്ല ക്യാരക്ടേഴ്സ് അവൻ്റെ പ്രായത്തിനനുസരിച്ചും ഒക്കെ ഒത്തുവരുന്നൊരു ക്യാരക്ടർ. ഭരതൻ, പത്മരാജൻ തുടങ്ങിയ സിനിമകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ജയറാമേട്ടന് ലഭിച്ചിട്ടുള്ള പാഠങ്ങളിൽ ഏത് പാഠമായിരിക്കും മകൻ സിനിമയിലെത്തുമ്പോൾ അച്ഛനെന്ന രീതിയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ശരിക്കും പുതിയ പുതിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് പാഠങ്ങൾ നമ്മളാണ് ഇപ്പോൾ പഠിക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നത് എൻ്റെ മക്കളിൽ നിന്നാണ്. കാരണം കാലഘട്ടങ്ങൾ കഴിഞ്ഞു, പുതിയ തലമുറയിൽ അവർ കണ്ടു വളരുകയാണ്. എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്കറിയാം. കമ്പ്യൂട്ടറും നെറ്റും കാര്യങ്ങളും എല്ലാം വന്ന ശേഷം ലോകം മുഴുവൻ അവരുടെ കൈകളിലാണ്. സോ മാറി വരുന്ന കാലഘട്ടങ്ങളിലെ കാര്യങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ എൻ്റെ മോനറിയാം, എൻ്റെ മോൾക്കറിയാം. അപ്പം ഞാനാണ് അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഞാനല്ല ശരിക്കും അവർക്ക് ഉപദേശം കൊടുക്കേണ്ടത്. വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി ഒതുങ്ങിയ പാർവതി ചേച്ചിയെ ഞങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാമോ സിനിമയിലേക്ക്? സിനിമയുടെ കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ വളരെ സജീവമായിട്ട് സ്റ്റേജിലൊക്കെ ഡാൻസ് ചെയ്യാറുണ്ട്, മോഹിനിയാട്ടം ചെയ്യാറുണ്ട്. നല്ലൊരു എൻ്റെ കുട്ടികളുടെ അമ്മയായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. സിനിമയിലേക്കുള്ള വരവ് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേനെ. അങ്ങനത്തെ ഒരു താല്പര്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഇത് കഴിഞ്ഞു, ഇനി നല്ലൊരു ഭാര്യയായിട്ട്, എൻ്റെ കുട്ടികൾക്ക് നല്ലൊരു അമ്മയായിട്ട് അങ്ങനെ ഇരിക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കുട്ടികളൊക്കെ വളർന്ന് വലുതായപ്പോൾ ഞാൻ ചോദിച്ചു, ആ പഴയ നൃത്തം സമയമാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞത്. അങ്ങനെ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ അടുത്തൊരു 5-8 വർഷത്തെ ഇതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സ്റ്റേജിൽ ചെയ്താൽ കൊള്ളാമെന്ന്. അങ്ങനെ ഇപ്പോൾ കുറേ നല്ല നല്ല സ്റ്റേജുകൾ, തിരഞ്ഞെടുത്ത സ്റ്റേജുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തിന് സൂര്യ ഫെസ്റ്റിവലിന് വേണ്ടി പ്രാവശ്യം ചെയ്യുന്നു. ഒരു നാടക നടനായി അറിയപ്പെടണം എന്ന് എന്തെങ്കിലും ജയറാമേട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? നാടക നടനായിട്ട് ആഗ്രഹിക്കുന്ന വെച്ചാൽ നാടകത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നാടകത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നാടകത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എങ്കിലും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്ത് പല ഭാഗത്തും സ്ഥിരമായിട്ടുള്ള നാടകവേദികളും വർഷങ്ങളായി കളിക്കുന്ന പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളും സ്ഥിരം നാടകവേദികൾ ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ കേരളത്തിലാണ് അതില്ലാതെ പോയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലാഗ്രഹമുണ്ട്, പഴയ കാലത്തെ ഏതെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള നാടകം
പഴയ കാലത്ത് നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒട്ടകവും സൂചി കുഴിയാവാം, ഒരാൾ കുടിക്കള്ളനായി, തൊഴിൽ കേന്ദ്രത്തിലേക്ക്, ആത്മബലി, കാപാലിക, സ്വർണ്ണ മത്സ്യം, മുടിയനായ പുത്രൻ, പാട്ടപ്പാക്കി, കാട്ടുകുതിര, പിശക്കൻ്റെ കല്യാണം, ഇത് ഭൂമിയാണ്, അവനവൻ കടമ്പ, അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അശ്വമേധം, പുകയേറ്റ കടന്നൽ കൂട്, സ്ഥിതി, സംഹാരം, പ്രേതലോകം, സൃഷ്ടി, റെയിൻബോ, സ്പാർട്ടക്കസ്, ഭൂമിയിലെ മാലാക, വില കുറഞ്ഞ മനുഷ്യർ, മുന്തിരിച്ചാറിൽ കണ്ണുനീർ വെളിച്ചമേ നയിച്ചാലും തുടങ്ങിയ പോലത്തെ എത്രയോ നാടകങ്ങൾ പഴയ കാലത്ത് നിന്നും രണ്ടാമതെടുത്ത് സ്റ്റേജിൽ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഭാഗമാവണമെന്ന് ആഗ്രഹമുണ്ട്. ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ള നാടക നടനാണ്? അയ്യോ, എത്രയോ പേരുണ്ട്. ഒരാളായിട്ട് പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് NN പിള്ള സാറിനെയും O മാധവൻ സാറിനെയും തുടങ്ങി എത്രയോ പേര്, നമ്മുടെ രാജേട്ടനെ തന്നെ, രാജൻ പി ദേവിനെയും എല്ലാം സ്റ്റേജിൽ ഒരുപാട് സ്നേഹിച്ചിരുന്നു. KPS ഓരോ നടന്മാരെയും സ്നേഹിച്ചിരുന്നു. ശരിക്കും പത്മശ്രീ കിട്ടിയ ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ജയറാമേട്ടന് എന്താ തോന്നുന്നത്? ഒരു ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് പത്മശ്രീ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ്, എനിക്ക് പെട്ടെന്ന്, കാരണം എനിക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാ, എൻ്റെ നാട്ടുകാർ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടുകാർ, എൻ്റെ പെരുമ്പാവൂർക്കാർക്കും മിമിക്രിയിൽ നിന്ന് വന്നുകൊണ്ട് കേരളത്തിലുള്ള ഓരോ മിമിക്രിക്കാർക്കും ഞാനിത് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. നടൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി ആലപിക്കാം. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് കോൾഡും ഇതാണ്. എന്തായാലും അതിൻ്റെ ഒരു കാസറ്റ് റിലീസ് ഫംഗ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അത് നല്ല രീതിയിൽ കേൾക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് നടൻ എന്ന് പറയുന്ന ഞാനും കമലും കൂടി ചെയ്ത സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എൻ്റെ മലയാളി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു കാറ്റഗറിയിൽപ്പെട്ട സിനിമ എന്ന് വിചാരിക്കരുത്. നാടകത്തെ സംബന്ധിച്ചിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഓരോ മലയാളി പ്രേക്ഷകനും ഇത് എൻ്റെ നാട്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കേരളത്തിൽ നടക്കുന്ന കഥയാണ്, ഇത് ഞങ്ങളുടെ കഥയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന കഥയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ നാടകം കണ്ടിട്ടുണ്ട്, ഈ നാടകം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന, എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന, നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന, കുടുംബ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന മലയാളി പ്രേക്ഷകർക്ക് എന്നും ഓർമ്മിച്ച് വയ്ക്കാവുന്നൊരു സിനിമയായിരിക്കും നടൻ. പല കാരണങ്ങൾ കൊണ്ടും, ഇതിൻ്റെ സംവിധാന മികവ് കൊണ്ടും, ഇതിൻ്റെ ക്യാമറ ടെക്നോളജി കൊണ്ടും, മറ്റു കാരണങ്ങൾ കൊണ്ടും, വളരെ മനോഹരമായിട്ടുള്ള, മലയാളികൾ എന്നും സ്നേഹിക്കുന്ന വളരെ ഭംഗിയായിട്ടുള്ള ഗാനങ്ങൾ കൊണ്ടും, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നടൻ കാലഘട്ടത്തെ അതിജീവിക്കുന്നൊരു സിനിമ തന്നെയായിരിക്കും. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും, 10 വർഷം കഴിഞ്ഞാലും, 15 വർഷങ്ങൾ കഴിഞ്ഞാലും, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നടനെന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു, കമൽ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയുണ്ടായിരുന്നു, ജയറാം അഭിനയിച്ചൊരു സിനിമയുണ്ടായിരുന്നു എന്ന് അടുത്ത ഒരു ജനറേഷൻ പറയുന്നൊരു സിനിമയായിരിക്കും നടൻ. അതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം.